ഹലോ ഗായ്സ്, തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കിയാലോ നമുക്കിന്ന്. അപ്പോൾ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കാം. കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും സാധാരണ ബിരിയാണി വെച്ച് നോക്കുമ്പോഴുള്ള റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില ഇതെല്ലാം വേണം. പിന്നെ സവാള എടുക്കുന്നതിൽ നിന്ന് എത്ര സവാള എടുക്കുന്നു അതിൽ നിന്ന് 2 3 കുറവായിരിക്കണം തക്കാളി എടുക്കേണ്ടത്. എത്ര വെളുത്തുള്ളി എടുക്കുന്നു അതിൽ നിന്ന് കുറച്ച് കുറവായിരിക്കണം ഇഞ്ചി എടുക്കേണ്ടത്. ഇതായിരിക്കണം അളവ്. പിന്നെ നമ്മളൊരു സൺഫ്ലവർ ഓയിൽ ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ അതേ ലെവൽ ഓയിലിൻ്റെ സെയിം ലെവൽ ഓണിയൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമ്മളതിൽ പഞ്ചസാര വിതറുന്നു. എന്നിട്ട് നമ്മൾ കോരിയെടുക്കുന്നു. ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരി എടുക്കുക. പെട്ടെന്ന് അത് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും. അങ്ങനെ കോരി മാറ്റി വെച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മളൊരു ഫോർക്കോ കാര്യമോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒട്ടിയിരിക്കും. ഇതാണ് നമുക്കെല്ലാം നമ്മൾ ഈ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഓണിയൻ ഇതുപോലെ നമുക്ക് കിട്ടേണ്ടത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, പുതിന ക്രഷ് ചെയ്ത് മാറ്റി വെച്ചാണ്. പിന്നെ ഒരു കുക്കറിൽ നമ്മൾ ഗീ ചേർത്തു, കുറച്ച് ആ ഉള്ളി വറുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്തു, സ്പൈസസ് ചേർത്തു, തക്കാളി ചേർത്തു. ഇത്രയും ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് പച്ചമുളക് ഇട്ടോ, ബിക്കോസ് ഈ പച്ചമുളക് മാത്രമാണ് ഈ ബിരിയാണിയിലുള്ള എരിവെന്ന് പറയുന്നത്. നമ്മൾ വേറെ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കാൻ പോകുന്നില്ല. അതിനുശേഷം ഞാൻ ചിക്കൻ ചേർത്തു. എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തു. എന്നിട്ട് അതിനുശേഷം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇത്രയും ചേർത്തിട്ട് ഞാനത് മൂടി വെച്ചിട്ട് ഒന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ലൂസായിട്ട് തന്നെ ഇരിക്കുക, വെള്ളം ഇറങ്ങും. അതൊന്ന് പകുതി വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുത്തു. വീഡിയോയിലില്ല, സോറി. എന്നിട്ട് അതിന് ശേഷം അതൊക്കെ ഉണ്ടാവും. വെന്ത് വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഇതുപോലെ ലൂസായിട്ടായിരിക്കുക കേട്ടോ, അത് കാര്യമാക്കണ്ട. നമ്മൾ തൈര് ചേർത്തൊക്കെ കഴിഞ്ഞാലും കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കും. ചിക്കൻ മൂടി വെച്ച് വേവിച്ചതിൻ്റെയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ചും കൂടെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഹാഫ് ലെമണും കൂടെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബാലൻസ് വെച്ചിട്ട് ഉള്ള കളിയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക. പിന്നെ അത് കുറച്ചൊരു കുറുക്കിയെടുക്കുക, ഒരുപാട് കുറുക്കരുത്, കുറച്ച് കുറുക്കിയെടുക്കുക. കുറച്ച് ഗ്രേവി നമുക്ക് വേണം, ബിക്കോസ് ദം ഇടുന്ന സമയത്ത് ചോറിൻ്റെ അകത്തേക്ക് മസാല ഇറങ്ങുമ്പോൾ വരേണ്ടതാണ്. പിന്നെ അതിന് പാരലായിട്ട് തന്നെ ഞാനൊരു കുക്കറിൽ ഗീ എടുത്തു. പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഉള്ളി വറുത്തിട്ടുള്ള ഓയിലും ചേർത്തു. പിന്നെ സ്പൈസസ് ചേർത്തു, അരിയിട്ട് വറുത്തു. നമ്മളിത് കടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അരി ഇങ്ങനെ പൊട്ടും, അതാണ് അതിൻ്റെ പാകം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. കൈമ റൈസ് അല്ലെ ജീരകശാല റൈസ്, ഇതാണ് യൂസ് ചെയ്യേണ്ടത്. സോ അങ്ങനെ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ദം ഇടുന്നൊന്നും ഞാനിതിന് ഇട്ടിട്ടില്ല. നിങ്ങളെല്ലാവരും അറിയാവുന്നതായിരിക്കുമല്ലോ, അതാണ് ഞാനതൊന്നും ഇടാത്തത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ ചാനലാണ്.